വെൽക്കം ടു മൈ ചാനൽ ഇവാൻ ഫാമിലി വ്ളോഗ്. എല്ലാവർക്കും സ്വാഗതം. ഒരിക്കലും സ്വാഗതം. അപ്പോൾ ഗായ്സ് ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. ഇത് എൻ്റെ അപ്പു കണ്ട ഒരു അപ്പു. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇന്ന് പോവാക്കെ കഴിഞ്ഞു. അപ്പം ഏട്ടൻ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം എന്താ നോക്കി നോക്കുക. What's up, people? Welcome back to our channel. As you can see, this is my brother Dalu, and we've got his friend Apu here. You know, we are really happy today because it's Saturday. Everybody is fine. I mean, these guys are going somewhere. I have my grandmother to take care of. You know, family boy. What can I do? And they're going. Oh, it's a Sunday. Sorry. So, take care, guys. കുറച്ച് ഇംഗ്ലീഷുകാരനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചത് അപ്പം അമ്മ സായിപ്പാട് എൻ്റെ ഫ്രണ്ട് ഇത് പല്ലേച്ചോ നോ ഓക്കെ പല്ലേച്ചോ നമുക്ക് വീണില്ലെങ്കിൽ മുട്ടയടിക്കും. ഏട്ടൻ മുട്ടടിക്കേണ്ടി വരും. ഏട്ടൻ മുട്ടടിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥലത്തേക്ക് പോകുന്നത്. ആ സ്ഥലത്തേക്ക് ഞങ്ങൾ സർപ്രൈസാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മളുടെ ലാഡറിലിറങ്ങാണ്. നമ്മൾ ലാഡറിലെത്തിക്കണ്ടേ. ബപ്പ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല സൗണ്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ലിഫ്റ്റ് പറഞ്ഞ് ഗായ്സ് നമ്മൾ 4th ഫ്ലോറിലെത്തിയിട്ട് 4th ഫ്ലോറിൽ നമ്മൾ വാഴ സിനിമ കാണാനാണ് എത്തിയിരിക്കുന്നത്. പിന്നെ സൗണ്ട് കുറച്ച് ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് കവുണ്ട് ഗൈസ്. അത് ചെറുതായിട്ട് കവുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മളിവിടെ കുറേ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ആവേശമൊന്നും കാണാൻ പറ്റില്ല, എന്നാലും അങ്ങനത്തെ കുറേ പിക്ചേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ എന്നും കാണുന്ന ഒരു സാധനമാണ് മോളത്. ആ ഒരു പശു കണ്ടോ, ഒരു പശു കാണിക്കുന്നത്. ഇത് ബിഗ് ബെന്നി. അത് ഈ പശു, ആ പശുവിൻ്റെയാണ് എന്നും അവിടെ വെച്ചിട്ടുണ്ടാവും ഗൈസ്. ഇത് എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ അറിയില്ല ഗൈസ്. നമ്മൾ അതാണ് വാഴ നമ്മൾ കാണാൻ പോണ സിനിമ. അപ്പോൾ അടിയിലേക്ക് നോക്കുമ്പോൾ എന്നും എനിക്കൊരു പോവാൻ തോന്നണ ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ഇപ്പം പോകാത്തില്ല. എന്താ വെച്ചാൽ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, അല്ലെങ്കിലും പോകാത്തില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തില്ലേ, നീ ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങി നോക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മളെ സിനിമ. നുണക്കുഴിയുണ്ട്, ഏലിയൻ ഉണ്ട്, ഹണ്ട് ഉണ്ട്, വാഴ ഉണ്ട്, നീ താനാര അങ്ങനെ സിനിമയുണ്ട്. പിന്നെ എന്താ എന്തോ ഒരു സിനിമയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഇതാണ്, ഇത് നമ്മളെ ബെൻ്റെയാണ്. അവൻ്റെ പേരൊന്നും എനിക്കറിയില്ല. നല്ല റിവ്യൂ ആണ് അതിന്, അതുകൊണ്ടാണ് കാണാൻ പോകുന്നത് ഗൈസ്. ടിക്കറ്റ് ഇതാണ് ഈ ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പോവാം. പിന്നെ കണ്ടിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. നമ്മളിനി പോകണത് ഇവിടേക്കാണ് ഭക്ഷണം കഴിക്കാൻ, ഫുഡ് ഗൈസ്. അപ്പോൾ ഗൈസ് ഫുഡ് അടിക്കണ സ്ഥലത്ത് നിന്ന് കാണാം. നമ്മൾക്ക് ഫുഡ് അടിക്കാനുള്ള സ്ഥലത്തേക്ക് പോവാം. നല്ല ഏതെങ്കിലും ഹോട്ടൽ ഇതാക്കണം. വാഴ നല്ല സിനിമയായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് കുറച്ച് ദൂരം ഉണ്ടെന്നാണ് തോന്നുന്നത്. വാഴ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു സിനിമയൊക്കെ ആയിരുന്നു. എല്ലാവരും കണ്ടോക്കുക. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ അത്രയൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഭക്ഷണം കഴിക്കാൻ പോവാം ഗൈസ്. നമ്മൾ ഫുഡികൾ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് നല്ല വിശക്കുണ്ട്, അതുകൊണ്ട് അധികം സൗണ്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് സാധനം നല്ല ഇതാണ്. ഹോട്ടൽ എന്താ ഊണോ അങ്ങനെ എന്തായിരുന്നു ഗൈസ്, എന്താ ഊണോ അങ്ങനെ എന്താ ഹോട്ടൽ പച്ചയൂണോ ഇപ്പം എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഹോട്ടലിൽ കയറി മതി. ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. പിന്നെ
വാഴ സിനിമ എത്ര നേരമായി എന്നറിയോ ഗൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോപ്കോണൊന്നും മതിയില്ല. ഊട്ടുപുരാന്നായിരുന്നു ഗൈസ്, സോറി ഗൈസ്. അപ്പോൾ ഗൈസ് ഹോട്ടൽ ഊട്ടുപുര ഊണൊന്നല്ല. അപ്പോൾ അവിടുന്ന് നല്ല ഭക്ഷണം ഉണ്ട് എന്നാ പറയണം അമ്മ. അപ്പോൾ ഗൈസ് എന്നാൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ച് മടുത്ത് ഇറങ്ങാം. എന്താ വാങ്ങാന്നൊക്കെ അറിയില്ല. നമ്മൾക്ക് കഴിയേക്കാൻ പോവാം ഗൈസ്. ഇതാണ് ഞാൻ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ ഏതാ ചിക്കനും ഇതും മീൻ പൊരിച്ചതും. പപ്പ വെജാക്കിൻ്റെ എന്താ വെച്ചാൽ വെജല്ല ചിക്കൻ തന്നെയാണ്, സോറി. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി മാർക്കറ്റിലായിരുന്നു. ഇനി മാർക്കറ്റിൽ ആണ്, മാർക്കറ്റിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഗൈസ്. ബാക്കിയുള്ള ഷൂട്ട് ഔട്ട് അറിയാതെ ഡിലീറ്റായി പോയി ഗൈസ്, സോറി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കുറേ വാങ്ങുന്നുണ്ട് ഗൈസ്. എന്തൊക്കെയോ ഇത് നമ്മൾ എന്താ ഗൾഫ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങണേ, പെരിന്തൽമണ്ണ. അപ്പോൾ ഗൈസ് കുറേ ഇതൊക്കെ അല്ല, ഗൾഫ് മാർക്കറ്റല്ല, സോറി ബിസ്മി, നമ്മളെ ബിസ്മി എന്നാണ് നമ്മൾ വാങ്ങണേ. അപ്പോൾ നമ്മളെല്ലാത്തിനും ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ കുറേ നമ്മളെ ഡ്രോയിങ് സെക്ഷനാണ് ഗൈസ്. അപ്പോൾ ഡ്രോയിങ് സെക്ഷനിൽ ഞാൻ എന്നും പോയി നോക്കും. എന്താ വെച്ചാൽ എന്തെങ്കിലും പുതിയത് വരുന്നുണ്ടോ നോക്കാൻ. എൻ്റെ പൊന്നെ ഒന്നും പുതിയത് ഇല്ലല്ലോ. എന്താ വെച്ചാൽ എല്ലാതും ഞാൻ നോക്കി പോകണം തന്നെയാണ്. ഫാബ്രിക് പെയിൻറ് അതൊക്കെ എൻ്റെ വീട്ടിലില്ല. പുതിയ പ്രയോഗമാണ് ഗൈസ്, അതൊക്കെ എൻ്റെ വീട്ടിലില്ല. അപ്പോൾ ഇതാണ് നോട്ട്ബുക്സിക്കൊന്നും ആവശ്യമൊന്നുമില്ല. ഓണായില്ലേ, ഓണത്തിനുണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി അടിക്ക് പോകുമ്പോൾ കുറേ ഉണ്ടാവും. അതൊന്നും ഞാൻ നോക്കണില്ല. എന്താ വെച്ചാൽ അപ്പം ഞാൻ വാങ്ങിക്കാൻ വിചാരിക്കും. എന്താണ് മൺപാത്രങ്ങളോ, സൂപ്പറാണല്ലോ. ഞാൻ എല്ലാത്തിലും തൊട്ട് കാണിക്കുന്നുണ്ട്. നാളെ എനിക്ക് അടിയിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ അധികം തൊട്ട് കാണിക്കണില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ തുടരത്തൊന്നും. അപ്പോൾ ഗൈസ് നമ്മൾക്ക് ചൂരൽ നോക്കാം ഗൈസ്. തുടപ്പുണ്ട്, എല്ലാതും ഉണ്ട്. പിന്നെ നമ്മളെ ബാത്റൂം ക്ലീനിങ്ങുള്ള സാധനമുണ്ട്, സോപ്പുണ്ട്, എല്ലാതും ഉണ്ട് ഗൈസ്. പിന്നെ നമ്മളെ കട്ടറുണ്ട്, നമ്മൾ ബ്ലേഡിൽ കുത്തി കൊല്ലാനുള്ള കത്തിൻ്റെ പൊന്നെ എന്തൊരു ഷാർപ്പാട് പോയി. ഇതൊക്കെ എന്നെ കൊല്ലാനാണോ, ഇത് കൊല്ലാനായിട്ടുള്ളതാണ് ഇത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വിളക്ക് നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഇതെന്താ പറയുക വിചാരിച്ച് ഏതോ നമ്മൾ പീലി നമ്മളെ ഇതുണ്ടല്ലോ കൃഷ്ണനെ പോലെ കണ്ട്. പിന്നെ മനസ്സിലാവണത് ഞാൻ പൊട്ടൻ അത് മയിലായിരുന്നു എന്ന്. സോറി ഗൈസ്, ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ട് മിലോ കുടിച്ചാൽ വളരും. എന്നാലും ഞാൻ കുറേ മിലോ കുടിച്ചു, എന്നിട്ട് ഒരു പിണ്ണാക്കും നടന്നില്ല. അപ്പോൾ ഗൈസ് ഫേക്കാവും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾക്ക് പോവാം. ചോക്കോ ഇത് എനിക്ക് 10 രൂപേൻ്റെ പാക്കറ്റ്സ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. ഇതും നല്ല വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. 10 രൂപൻ്റെ സാധനം ഒരു 10 എണ്ണത്തിന്, അപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങാം. അങ്ങനെയൊക്കെ അതൊക്കെ പോയി. പിന്നെ ഐസ്ക്രീംസ് ഇത് ഞാൻ എപ്പോഴും കഴിക്കലുണ്ട്. ഇതധികം കഴിക്കലില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്കൊരു സൂക്കേട് തുടങ്ങിയിട്ടുണ്ട്. ഐസ്ക്രീം വെച്ചാൽ അപ്പോൾ ചുമയ്ക്കും. അപ്പോൾ ഇതാണ് നെഗ്ലറ്റ്സ് കഴിഞ്ഞു. നമ്മൾക്ക് ഇനി ജ്യൂസ് സെക്ഷൻ, ആപ്പിൾ ഫിസ് ഒക്കെ ഞാൻ ഓടിച്ചു പോകാൻ കേട്ടോ ഗൈസ്. എന്താ വെച്ചാൽ അത്ര നേരമല്ല. അപ്പോൾ ഗൈസ് നമ്മൾ വെജിറ്റബിൾ സെക്ഷനിലേക്കാണ് പോകണമെന്ന്. വെജിറ്റബിൾ നോക്കാനാണ്. 4000 രൂപയോ എന്താടേ, ഇത്രയൊന്നും പൈസ വയ്ക്കാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഇനിയുള്ളത് എന്താ വെച്ചാൽ എന്തിലാവട്ടെ. എന്താ ഈ സാധനം സ്പൂൺസ് ആയിരുന്നോ? ഞാൻ പറഞ്ഞിട്ട് അകതായി കൊളാക്കി. അപ്പോൾ ഇനി അടുത്ത് നമ്മളെ ഇംബെക്സ്, നമ്മളെ ഒരു ഫ്രൈഡ് റൈസൊക്കെ ഇതാക്കാനുള്ള സാധനം, അത് ഇംബെക്സിൻ്റെ പുതിയത് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ പിന്നെയും ഇതാക്കിയിട്ടുണ്ട്. നമ്മളിത് ക്യാൻസൊക്കെ ചെയ്യാനുള്ളതാണ്. ക്യാൻസ് ഇടാനും ക്യാൻസിൻ്റെ പണികളൊക്കെ നോക്കാനുള്ളതൊക്കെയാണ്.
വേസ്റ്റ് ബീൻസ്. പിന്നെ നമ്മൾ ട്രെൻഡ്സിൽ പോയി ഗൈസ്. ട്രെൻഡ്സിൽ പോയിട്ട് നമ്മൾ കുറേ ഒരു 2-3 എണ്ണം വാങ്ങിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ അവിടുത്തെ ഇതൊക്കെ കണ്ണ് ഇതൊക്കെ ചെയ്യണ സാധനം പൊരിഞ്ഞ വില ഗൈസ്. പൊരിഞ്ഞ വില എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വില. എന്താണ് ഇത്രയും ബോഡി വാഷൊക്കെ എന്താല്ലേ. ഞങ്ങളപ്പോൾ ക്യാഷിങ് കൗണ്ടറിൽ എത്തിയപ്പോൾ എന്താ വെച്ചാൽ അവർ ഞങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് തന്നു. എന്താ വെച്ചാൽ അത്രയും വാങ്ങിയ എന്തോ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഏട്ടനൊക്കെ യൂസ് ആവും. ഏട്ടനെ താടി ഷേവ് ചെയ്യാനും എല്ലാതും. ഇപ്പോൾ ട്രെൻഡ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി അടുത്ത രാത്രിയും ഫുഡ് അടിക്കണ്ടേ മോനെ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് ഇതൊക്കെയാണ്. പേൾ ലഗൂൺ നമ്മളെ മസാലീൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്. സൂപ്പർ ഹോട്ടലാണ്. ആംബിയൻസൊക്കെ ക്ലിയറാണ് ഗൈസ്. ആംബിയൻസിൻ്റെ ഒരു കുറവുമില്ല. ആംബിയൻസ് പിന്നെ പറയാനുള്ള ആവശ്യം തന്നെയല്ല. എന്താ വെച്ചാൽ അവിടെ ഇൻസെക്ട് കില്ലർ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ ഗുലാബ് ജാമുൻ, പിന്നെ ലോലിപോപ്പ്, ഐസ്ക്രീം ലോലിപോപ്സ് അല്ല ചോക്ലേറ്റ് ലോലിപോപ്സ്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് ചെറിയൊരു വാട്ടർഫാൾസ് കാണാൻ പറ്റി. പേൾ ലഗൂണിൻ്റെ അടുത്ത് ഞാൻ ഫസ്റ്റ് കൊക്കൊക്കെ ഉണ്ടെന്നാണ് തോന്നിയത്. എന്നാലും അത് ഒരു മറ്റേ സാധനം ജഗ്ഗായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ഫുഡ് അടിച്ചിട്ട് വരാം. ഗൈസ് നമ്മളെ ഒരു ഫുഡ്സ് കാണിച്ചതാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ വീഡിയോ നോക്കുകയാണ് ഗൈസ്. ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗൈസ് ബൈ ഗൈസ്. ഇത് നമ്മൾ പേൾ ലഗൂൺ ഉണ്ടോ മറക്കരുത്.